ഒരു ക്വസ്റ്റ്യൻ ആണ്, അബ്സർവ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻസ്. ഇത്രയും കൺട്രിക്കകത്ത് ഓസോൺ യു വി ഇമ്പാക്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യു വി ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ ദേ ആർ പ്രോൺ ടു യു വി ഡാമേജ്. സ്കിൻ ക്യാൻസറിൻ്റെ റേഷ്യോ കൂടിക്കൊണ്ടിരിക്കുക ഈ കൺട്രിയിലെല്ലാം. ഓക്കെ, 2019 ഡേറ്റാ ബാങ്കാണ് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യം നോക്കുക, അബ്സർവ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻസ്. അബ്സർവ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻസ്. നമ്പർ 1 WMO, 2 വേൾഡ് വെതർ വാച്ച്. വേൾഡ് വെതർ വാച്ച്, WEATHER വാച്ച്. 3 ഇൻ്റഗ്രേറ്റഡ് ഗ്ലോബൽ ഓഷൻ സർവീസ് സിസ്റ്റം. ഓഷൻ സർവീസ് സിസ്റ്റം. 4 ഗ്ലോബൽ ക്ലൈമറ്റ് അബ്സർവിംഗ് സിസ്റ്റം. ഗ്ലോബൽ ക്ലൈമറ്റ് അബ്സർവിംഗ് സിസ്റ്റം. ഓക്കെ, അത്രയും കൺട്രീസ് അടുത്ത ലൈനിൽ പറയാം. അബ്സർവ് ദ ഫോളോയിങ് കൺട്രീസ്. 4 പറഞ്ഞു. ഇൻവോൾവ് ഇൻ ഓസോൺ involved 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 in ozone depletion and global warming നല്ലൊരു ചോദ്യമാണ്. ഇതിൽ ഏതൊക്കെ ഓർഗനൈസേഷനാണ് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഓസോൺ ഡിപ്ലീഷനകത്തും ഗ്ലോബൽ വാർമിങ്ങിനകത്തും ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? ആദ്യത്തെ കൺട്രി, ആദ്യത്തെ ഓർഗനൈസേഷൻ വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ ഉണ്ടോ? ഉണ്ട്. കാരണം ഗ്ലോബൽ വാർമിങ്ങിനകത്ത് ഒരു കമ്പോണൻ്റാണ് എഫ് ഗ്യാസസ് ആണ്. എഫ് ഗ്യാസ് എങ്ങോട്ട് പോവാം? ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കാം, ഓസോൺ ഡിപ്ലീഷൻ ചെയ്യാം. അതാണ് ആ 2 വാക്ക് അവർ തരാൻ കാരണം. കാരണം എഫ് ഗ്യാസ് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടും പറയണം. എന്താണ്? ഓസോൺ ഡിപ്ലീഷനും വരും, ഗ്ലോബൽ വാർമിംഗ് വരും. വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ഇന്റർനാഷണൽ ബോഡി അഡ്രസ്സിങ് ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ അത് ശരിയാണ്. 2 വേൾഡ് വെതർ വാച്ച്. എന്താ അർത്ഥം? ക്ലൈമറ്റ് ചേഞ്ച് അവർ അബ്സർവ് ചെയ്യണം. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകാൻ കാരണം ഗ്ലോബൽ വാർമിംഗ് ആണ്. അപ്പോൾ എന്ത് വരും? എഫ് ഗ്യാസ് വരും. അതും വരുന്നുണ്ട്. 2 പിന്നെ 2 ബോഡി, ഒന്ന് ജിക്കാസും ഒന്ന് ജിയാസും പറഞ്ഞിരിക്കുക. രണ്ടും വാച്ചൊക്കെ ഓഷൻ കണക്ട് ചെയ്ത് വരുന്ന. ഇവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കുക, എന്നിട്ട് അതിൻ്റെ ആൻസറിലോട്ട് നമുക്ക് കയറാം. ഇങ്ങനെ ഒരു വാക്ക് നിങ്ങൾ ഒന്നുകൊണ്ട് എഴുതിയിടുക. ഓഷൻ ആസിഡിഫിക്കേഷൻ. ഓഷൻ ആസിഡിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. So currently if you go through the data bank, the level of carbon dioxide is tremendously increasing. 2019 മെയ്യിലുള്ള ഡേറ്റ റിപ്പോർട്ട് പറയുമ്പോൾ 413 പാർട്ട് പെർ മില്യൺ CO2 ആണ് ഇപ്പം ഭൂമിയിലുള്ളത്. എന്നാൽ ഏതാണ്ട് 36 ജിഗാ ടൺ എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഈ ഡേറ്റ ബാങ്ക് ആദ്യമായിട്ട് പുറത്തു വിട്ടതും ഞാൻ ആദ്യം പറഞ്ഞ ബോഡിയാണ് വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷനാണ്. അവരുടെ ഔട്ട്പുട്ടാണ്. ഞാൻ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക. കറണ്ട് റേറ്റ് ഓഫ് CO2 അക്രോസ് ദ അറ്റ്മോസ്ഫിയർ ഈസ് 413 പാർട്ട് പെർ മില്യൺ. പഴയ റേറ്റ് ഓർമ്മയുണ്ട് എത്രയാണെന്നുള്ളത്? 280 പാർട്ട് പെർ മില്യൺ ആണ്. ഇതാണ് പ്രീ ഇൻഡസ്ട്രിയൽ പീരീഡിൽ ഉണ്ടായിരുന്ന റേറ്റ്. 280 പാർട്ട് പെർ മില്യൺ ആയിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 413 എത്തിയിരിക്കുക. ഹയസ്റ്റ് ലെവലാണ്. ഓക്കെ, ഇനി എൻ്റെ ഇവിടെ ഞാൻ ക്വസ്റ്റിലോട്ട് പോവുകയാണ്. ഓഷൻ ആസിഡിഫിക്കേഷൻ എന്ന് പറയുന്നത് CO2 ലെവൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. CO2 എപ്പോഴെങ്കിലും കൂടുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഒരു റീജിയൻ എന്ന് പറയുന്നത് ഓഷൻ ബെൽറ്റാണ്. ഓഷനാണ്. നിങ്ങൾ പേപ്പറിലൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. പസഫിക് ഓഷനിൽ കോറൽ ഐലൻഡ്സ് മുഴുക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഡിസപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ലേ? എന്താണ് കാരണം? ഈ വാക്ക് അവർ പറഞ്ഞിരിക്കുന്നത് ഓഷൻ ആസിഡിഫിക്കേഷൻ. എന്തുകൊണ്ടാണെന്ന് നോക്കാം. CO2 ലെവൽ കൂടിയാണ് അല്ലേ? CO2 കൂടിയാൽ അടുത്ത വരുന്ന റിയാക്ഷൻ നോക്കുക, ഇറ്റ് ജോയിൻ വിത്ത് ദ മോളിക്യൂൾ വാട്ടർ.
വെള്ളമായിട്ട് കിട്ടിയാൽ അപ്പം തന്നെ എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്തുണ്ടാകുന്ന കോമ്പൗണ്ട് നോക്കുക. കെമിസ്ട്രി അറിയേണ്ട, കോമ്പൗണ്ടിൻ്റെ പേര് അറിയണം. കാർബോണിക് ആസിഡ് ആയിട്ട് ഇത് മാറും. കാർബോണിക് ആസിഡാണ്. അപ്പോൾ വാട്ടറും CO2 കൂടെ ഡിഫ്യൂസ് ചെയ്യുമ്പോൾ കാർബോണിക് ആസിഡ്. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ നൈട്രസ് ഓക്സൈഡും വാട്ടറും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നൈട്രിക് ആസിഡ്, സൾഫർ ഡയോക്സൈഡും വാട്ടറോട് റിയാക്ട് ചെയ്യുമ്പോൾ സൾഫ്യൂറിക് ആസിഡ്. അതുപോലെ തന്നെ CO2 വാട്ടറോട് റിയാക്ട് ചെയ്യുമ്പോൾ കാർബോണിക് ആസിഡ്. ഓക്കെ, ഇത് ഉണ്ടാകുന്ന അതേ സ്പീഡിൽ തന്നെ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. എന്തായിട്ട് ബ്രേക്ക് ചെയ്യും നോക്കുക? H+ അയോൺ. പിന്നെ ഉണ്ടാകുന്നത് ബൈകാർബണേറ്റ് അയോൺസ്. ഇതിന് പറയുന്ന പേര് ബൈകാർബണേറ്റ് എന്ന് പറയും. ഇതിന് പറയുന്ന പേര് ഹൈഡ്രജൻ അയോൺ എന്ന് പറയും. ഇത് രണ്ടുമായിട്ട് മാറും. അപ്പോൾ H+ അയോണിൻ്റെ റേറ്റ് എന്ത് ചെയ്യും? വെള്ളത്തിനകത്ത് എന്ത് ചെയ്യും? കൂടും. കൂടിയാൽ എന്ത് പറയണം? ഓഷൻ ആസിഡിഫിക്കേഷൻ. ഓക്കെ, പഴയ PSCയിൽ ഒരു ക്വസ്റ്റ്യനും ഇതായിരുന്നു. അന്ന് ഓഷൻ ആസിഡിഫിക്കേഷനിൽ ചോദിച്ചത് കുടിക്കുന്ന വെള്ളം ന്യൂട്രൽ ആണോ? നമ്മൾ കുടിക്കുന്ന വെള്ളം ഏതാണോ? 7 നമ്മൾ പറഞ്ഞു നടക്കുകയാണ്, പുറത്ത് പറയരുതേ. 6.7, 6.8, 6.9 അസിഡിക് വെള്ളമാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ഗ്ലാസ്സിലെ വെള്ളം എടുത്ത് വെച്ചാൽ അപ്പം തന്നെ എന്ത് ചെയ്യും? CO2 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? വെള്ളമായിട്ട് റിയാക്ട് ചെയ്യും. എന്തുണ്ടാവും? ഇതേ റിയാക്ഷനാണ്. അപ്പം നമ്മൾ കുടിക്കുന്ന വെള്ളം മാർജിനലി ആസിഡിക് ആണ്. അതാണ് നാട്ടിൻപുറത്ത് ചെന്ന് നല്ല വെള്ളം വാങ്ങിച്ച് കുടിച്ചാൽ നമ്മൾ എന്ത് പറയും? സ്വാദില്ല എന്നൊക്കെ പറയും. കിണറിൽ വെള്ളം കുടിച്ച് നോക്കുക, നമ്മളെന്ത് പറയും? ഈ വെള്ളത്തിന് സ്വാദില്ല എന്ന് പറയും. കാരണം ആ വെള്ളം ഒരുവിധം എന്താണ്? ന്യൂട്രൽ വാട്ടറാണ്. നമ്മളിവിടെ വരുന്ന വെള്ളം മുഴുക്കം എന്താണ്? മാർജിനലി ആസിഡിക് ആണ്. ഇതേ റിയാക്ഷനാണ്. ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എൻ്റെ പോയിന്റ് ഇതാണ്. ഇതിനാണ് എന്ത് വിളിക്കുന്നത്? ഓഷൻ ആസിഡിഫിക്കേഷൻ എന്ന് പറയാം. ഇത് ഉണ്ടാകുമ്പോൾ കോറൽ ഐലൻഡ് മുഴുക്കം എന്ത് ചെയ്യും? ബ്ലീച്ച് ചെയ്ത് പോകും. മനസ്സിലായോ? ഇറ്റ് ലീഡിങ് ടു ബ്ലീച്ചിങ് ഓഫ് കോറൽ ഐലൻഡ്സ്. അപ്പോൾ ഇറ്റ്സ് വൺ ഓഫ് ദ ഇമ്പാക്ട് കോസ്ഡ് ബൈ ഗ്ലോബൽ വാർമിംഗ്. CO2 അവിടെയല്ലേ വരുന്നത്. അപ്പോൾ ഇറ്റ്സ് വൺ ഓഫ് ദ ഇമ്പാക്ട് കോസ്ഡ് ബൈ ഗ്ലോബൽ വാർമിംഗ്. ഈ പറയുന്ന ഈവൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന 2 ടീമാണ് താഴെ തന്നിരിക്കുന്ന 2 പേരും. ആ സെൻസ് ഒന്ന് വായിച്ചു നോക്കുക. എന്തൊക്കെയാണ്? ഒന്ന് ഗ്ലോബൽ ഓഷൻ, രണ്ടാമത്തെ പോയിന്റ് ഗ്ലോബൽ. ഈ 2 ടീമും ഈ വക പ്രോഗ്രാം എന്ത് ചെയ്യുന്നുണ്ട്? മോണിറ്റർ ചെയ്യുക. അപ്പോൾ എന്ത് പറയണം? ഗ്ലോബൽ വാർമിംഗായിട്ട് കണക്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ ആൻസർ എന്താണ്? All the above. All the 4 components are directly or indirectly involved in global warming and ozone depletion. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഇവന്റ്. ഇനി ഗ്ലോബൽ വാർമിംഗ് കൊണ്ടുണ്ടാകുന്ന ഒരു ഈവന്റ് ഇതാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് ടെമ്പറേച്ചർ കൂടിയാണ് വേറൊരു ഈവൻ്റാണ്. 3 എന്താണ്? എന്തായിരിക്കും? ഐസ് മെൽറ്റ് ചെയ്യുക. മെൽറ്റിംഗ് ഓഫ് ഐസ്, തേർഡ് ഇമ്പാക്ട്. മെൽറ്റിംഗ് ഓഫ് ഐസ് ദാറ്റ് ലീഡ്സ് ടു എന്തായിരിക്കും? ഫ്ലഡ്, ആ സീ ലെവൽ റൈസ്. Third point is that as a consequence of global warming, the ice slowly melts. Sea level is going to rise. Predict ചെയ്യപ്പെടുന്നത് 0.5 സെന്റിമീറ്റർ തൊട്ട് 100 മീറ്റർ വരെ റൈസ് ചെയ്യും. ആലോചിച്ച് നോക്കുക, ഞാൻ പറഞ്ഞ വാക്ക് 0.5 സെന്റിമീറ്റർ ടു 100 മീറ്റർ വരെ റൈസ് ചെയ്യാം. ഇടയ്ക്ക് ശംഖുമുഖത്ത് 1.5 അടി പൊങ്ങിയപ്പോൾ റോഡില്ലാതായിപ്പോയി. നമുക്ക് ശംഖുമുഖം ഇപ്പോഴും റോഡ് ഇഷ്യൂ ആണ്. ശംഖുമുഖം കയറി നോക്കുക, റോഡ് ഇപ്പോഴും വെള്ളാകത്ത് പുറത്തോട്ട് ഇറങ്ങി വന്നിക്കുക. ഓക്കെ, ആകെ 1.5 അടിയാണെന്ന് പൊങ്ങിയത്. 100 മീറ്ററൊക്കെ പൊങ്ങിയാൽ യു കൻ ഇമാജിൻ മെനി ഓഫ് ദ മെട്രോപൊളിറ്റൻ സിറ്റീസ് ആർ സം ഓഫ് ദ സ്റ്റേറ്റ് വിൽ ബി അണ്ടർ വാട്ടർ. തേർഡ് മേജർ ഇഷ്യൂ കോസ്ഡ് ബൈ ദ ഈവന്റ് കോൾഡ് ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് വരുമ്പോൾ quite naturally the ice will melt. Ice melt ചെയ്താൽ the entire water is flowing into the sea level will rise. If the sea level is rising, that lead to submergence of many of the states or the metropolitan cities. ഇന്ത്യയിലെ മാപ്പ് 3 സൈഡും എന്താ വരുന്നത്? കടല. ഒരു സൈഡ് മുഴുക്ക ഐസ് ക്യാപ്പാണ്.
മൊത്തം ഹിമാലയം മെൽറ്റ് ചെയ്ത് പോയി എന്ന് വെച്ചോ, ഈ സീ ലെവൽ എന്ത് ചെയ്യും? മനുഷ്യ. അതിനാണ് ഇത്രയും നമ്മളെ മാറി മാറി എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ടു മിനിമൈസ് ദ ഗ്ലോബൽ വാർമിംഗ്, ദെയർബൈ വിച്ച് വി കൻ സേവ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാല് നിങ്ങൾ മിക്കവാറും പേപ്പറൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും, മിക്കവാറും ഗ്രൗണ്ട് വാട്ടർ ഇൻ മെനി ഓഫ് ദ പ്ലേസ് ആർ എന്നിട്ട് മാറി കുറയുന്നുണ്ട് പോട്ട്, അല്ലാതെ എന്ത് സലിനിറ്റി ആയി. നിങ്ങൾ പേപ്പറൊക്കെ ഒന്ന് വായിക്കുക, ആലപ്പുഴയൊക്കെ എടുത്ത് നോക്കുക, ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. സോ ആർ ദ ഗ്രൗണ്ട് വാട്ടർ ഈസ് ഇൻക്ലൂഡഡ് ബൈ saline water again as a consequence of sea level rise. But ground water is became saline. Saline ആയാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ചെടിക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, വാടിപ്പോവും ചെടിയൊക്കെ. അപ്പോൾ അതും വേറൊരു ഇഷ്യൂ ആണ്. അപ്പോൾ saline water is intruding into the ground water, so it is affecting the human life. Another issue ആണ്. ഇനി പ്രൊഡക്ടിവിറ്റി കൂടുവോ കുറയുവോ? Because in many other places the soil became drought heated. മിക്കവാറും മണ്ണ് വെള്ളം കാണത്തില്ല. ഫാർമർ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രൊജക്റ്റ് ചെയ്ത് പറയുന്നത്. ഒന്ന്, മൺസൂൺ നേരവണ്ണം കിട്ടുന്നില്ല. രണ്ട് എന്താ പറയുന്നത്? മൺസൂൺ കിട്ടിയില്ലെങ്കിൽ അവിടെ അടുത്ത ഉണ്ടാകുന്ന എന്തായിരിക്കും? ഡ്രൗട്ട് ഹിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത പോയിന്റ്, മെനി ഓഫ് ദ ഏരിയ ബിക്കെയിം ഡ്രൗട്ട് ഹിറ്റഡ്. DROUGHT, ഡ്രൗട്ട് ഹിറ്റഡ്. ഇനി ഈ ഡ്രൗട്ട് ഹിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, ചൂട് കൂടുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഏറ്റവും കൂടുതലായിട്ട് അസുഖങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ മെനി ഓഫ് ദ പാത്തോജൻസ് പെസ്റ്റ് മൂവിങ് ഇൻ ടു ട്രോപ്പിക്കൽ റീജിയൻ ലീഡിങ് ടു ഡിസീസസ്. അനദർ ഇഷ്യൂ, many of the pest pathogen are moving into tropical region leading to diseases. For example പറയാം, നിങ്ങൾ പേപ്പറിലൊക്കെ വായിക്കും, 2019 കവാസാക്കി ഡിസീസ് കേട്ടിട്ടുണ്ടെങ്കിൽ ഈ വർഷം 2019 ഒരു 4 മാസം മുമ്പ് എവിടെയാണ് ആദ്യം റെക്കോർഡ് ചെയ്തിരിക്കുന്നത്? ജപ്പാനിലാണ്. എന്താ സംഭവിച്ചെന്ന് അറിയാമോ? all on a sudden there's a dilation of blood vessel leading to rupturing. Got the point? The human being നമ്മൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു കുഴപ്പമില്ല, ഹെൽത്തി ബോഡിയാണ്. പെട്ടെന്ന് നിങ്ങൾ ബ്ലഡ് വെസൽ എന്ത് ചെയ്യും? ഡൈലേറ്റ് ചെയ്ത് എന്ത് ചെയ്യാണ്? പൊട്ടുകയാണ്. നിങ്ങൾ അറിയുന്നില്ല. ബ്രൈനിൽ അങ്ങനെ സംഭവിച്ച പോലെ എന്തുണ്ടാവും? ഹെമറേജ് ആണ്. അപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ചാവുകയാണ്. So this what they called with the term Kawasaki disease, an example for the even called climate change. But new diseases are recorded across the world. One example is Kawasaki, KAWASAKI, Kawasaki disease. ഇനി കഴിഞ്ഞ കൊല്ലം ഫുഡ് മാർക്കറ്റ് ഒന്ന് ട്രേസ് ചെയ്ത് നോക്കിയോ? ഫുഡ് മാർക്കറ്റ്, നമ്മുടെ ഫുഡ് മാർക്കറ്റിൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഒന്ന് ട്രേസ് ചെയ്ത് നോക്കിയോ? ഏറ്റവും കൂടുതലായിട്ട് അവൈലബിൾ എന്തായിരുന്നു? ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, കേക്ക്, ഐസ്ക്രീം, എന്താണ് എടുത്ത് നോക്കുക. റാഗി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഏറ്റവും കൂടുതലായിട്ട് കഴിഞ്ഞ ട്രിപ്പ് മാർക്കറ്റിൽ വന്ന ഒരു പ്രോഡക്റ്റ് എന്തായിരുന്നു? റാഗി ആയിരുന്നു. റാഗി ബിസ്ക്കറ്റ്, റാഗി കേക്ക്, റാഗി ബ്രെഡ്, റാഗി ഐസ്ക്രീം. ഇനി റാഗിയിൽ ഇല്ലാത്ത പ്രോഡക്റ്റ് ഒന്നുമില്ല. 23 പ്രോഡക്റ്റാണ് ഇന്നലെ കഴിഞ്ഞ ട്രിപ്പ് അവർ ഇറക്കിയത്. കാര്യം എന്ന് പറയുമ്പോൾ is one of the crop which can withstand drought. Is a plant which is able to withstand drought. അപ്പോൾ എല്ലാ കർഷകരും എങ്ങോട്ട് പോയി? റൈസിനും വീറ്റിനും പകരം അവരെന്ത് ചെയ്തു? റാഗി അങ്ങ് കട്ടിവിട്ടു. എന്ത് വേണ്ട? വെള്ളം വേണ്ട. Is a plant capable of growing in drought areas. So the production of ragi like crop increases. അപ്പോൾ രാവിലെ ദോശ ഇഡ്ഡലിയൊക്കെ ഇനി കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഉള്ളിയുടെ കൈസ് അറിയാമല്ലോ, ഞാൻ എക്സാമ്പിൾ പറയണ്ടല്ലോ. ഉള്ളി എന്ത് സംഭവിച്ചു? അവസാനം നമ്മൾ അല്ലെങ്കിൽ എല്ലാത്തിനും നമുക്ക് എന്ത് വേണം? ഒനിയൻ സാലഡ് വേണം. കഴിഞ്ഞ ഒരു മാസം ആർക്കും ഒനിയൻ വേണ്ട. നമ്മൾ അക്ലിമറ്റൈസ് ചെയ്തു. കുറേ കഴിയുമ്പോൾ നമ്മൾ അക്ലിമറ്റൈസ് ചെയ്യുമ്പോൾ എന്താണ്? ട്രൂത്ത് ആൻഡ് ഐ ആം സ്പീക്കിംഗ്. നെല്ല് കിട്ടത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, കിട്ടും, താങ്ങാൻ പറ്റത്തില്ല. ഉള്ളിയുടെ വില എന്തായിട്ട് മാറി? 150ന്റെ മുകളിലങ്ങ് കയറിപ്പോയി. നമ്മൾ ജീവിച്ചു. എങ്ങനെ ജീവിച്ചു? ഉള്ളി വേണ്ടെന്ന് വെച്ചു. കുറേ കഴിയുമ്പോൾ എന്ത് വേണ്ടെന്ന് വയ്ക്കും? റൈസും വീറ്റും വേണ്ടെന്ന് വയ്ക്കും. കാരണം കൾട്ടിവേറ്റ് ചെയ്യത്തില്ല, ആരും താങ്ങത്തില്ല, ഫാർമറിന് താങ്ങത്തില്ല. കാരണം മൺസൂൺ ഡിപ്പെൻഡൻ്റ് ആണ്, മൺസൂൺ കിട്ടത്തില്ല. സോ ദേ നോർമലി ഗോ ഫോർ എനി ക്രോപ്പ് വിച്ച് ക്യാൻ സ്റ്റാൻഡ് ഡ്രൗട്ട്.
അതിന് ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞ റാഗി. ഇപ്പം റാഗി, ബജറ ഇങ്ങനത്തെ പ്ലാന്റ് ആയിരിക്കും ഈ മാർക്കറ്റിൽ വരാൻ പോകുന്നത്. കാരണം ഫാർമേഴ്സ് റെക്കമെൻഡ് ഓൺലി സച്ച് പ്ലാന്റ്. ദ ആർ കോമൺലി കോൾഡ് ക്ലൈമറ്റ് റീസൈലന്റ് ക്രോപ്സ്. ക്ലൈമറ്റ് റീസൈലന്റ് ക്രോപ്പ്. എത്ര ക്ലൈമറ്റ് മാറിയാലും എന്ത് ചെയ്യും? ജീവിക്കും. അപ്പോൾ ദീസ് ആർ സം ഓഫ് ദ ചേഞ്ചസ്. ഇനി ഇതൊക്കെ ഇൻഡയറക്ട്ലി വേറൊരു കാര്യം പറയും, നമ്മൾ ഇന്ത്യൻ എക്കോണമി മുകളിലോട്ടാണ് താഴോട്ടാണ് ഇപ്പോൾ. ഒരുപാട് റീസൺ ഉണ്ട്, ഇല്ലാന്നും ഞാൻ പറയുന്നില്ല. ഒരു റീസൺ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ വല്ലാണ്ട് എന്ത് ചെയ്തു? ഡിപ്ലീറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ എക്കോണമി ഓഫ് എ നേഷൻ വിൽ ബി അഫക്റ്റഡ്. ദ ലാസ്റ്റ് പോയിന്റ്, എക്കോണമി ഓഫ് എ നേഷൻ മേ ബി അഫക്റ്റഡ്. So that's also come with the event called global warming and climate change. Okay, അപ്പോൾ അത്രയും ആ ഒരു ഏരിയയിൽ മതിയാവും. ഓക്കെ, ഇനി എടുക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. വന്ന് കുറേ ഇൻ്റർനാഷണൽ ബോഡീസ് കൂടെ പറയണം. രണ്ട്, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. ഓക്കെ.